നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവളോട് ചോദിക്കാതെ എങ്ങനെയാ അവരോട് വരാൻ പറയാൻ പറ്റുന്നത്? അനൂപേ, നീ അവളോട് ചെന്ന് കാര്യം പറയാ. എന്നിട്ട് എന്താ വേണ്ടെന്ന് ചോദിക്കേ. ഞാൻ വിളിക്കാം അവളെ. ആതിരേ, മോളെ ആതിരേ. എന്താ അമ്മേ? അനൂപിന് എന്തോ നിന്നോട് ചോദിക്കാനുണ്ടെന്ന്. അനൂപേട്ടന് മടിയാ. ഞാൻ പറയും. വേണ്ട, ഇവിടുത്തെ ചർച്ചയൊക്കെ ആ ചുവരിനപ്പുറത്ത് എനിക്ക് കേൾക്കാം. എന്റെ മറുപടിയല്ലേ എല്ലാവർക്കും അറിയേണ്ടത്. ഒരു തവണയും ഞാൻ പറയും, ശ്രദ്ധിച്ച് കേട്ടോളണം. എനിക്ക് മറ്റൊരു വിവാഹത്തിന് താല്പര്യമില്ല. ഞാനൊരാളെ സ്നേഹിക്കുന്നുണ്ട്. അയാൾ ഇപ്പോഴും അവിവാഹിതനായി ജീവനോട് തന്നെയുണ്ട്. അയാളുടെ പേര് സന്ദീപ് എന്ന. അതിലൊരു തീരുമാനം ഉണ്ടായിട്ടേ എനിക്ക് മറ്റെന്തും ഉള്ളൂ. അത് അവസാനം എന്തായി തീർന്നാലും ഞാൻ മറ്റൊരു വിവാഹത്തിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. മറ്റൊരു പുരുഷൻ ഇനി എന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ആഹാ, കൊള്ളാം. നല്ല സ്വപ്നം. പക്ഷെ നടക്കൂല. ഞങ്ങൾ പറയും, നീ അനുസരിക്കും. ആ ആതിര കുറച്ചു നാൾ മുൻപ് മരിച്ചു. എന്റെ ജീവിതം ഞാൻ തന്നെ തീരുമാനിക്കും. അത് ഇവിടെ പറ്റില്ല. ഈ കുടുംബത്തിനൊരു അന്തസ്സുണ്ട്. അതനുസരിച്ച് ഇവിടെ ഓരോ തീരുമാനങ്ങൾ എടുക്കൂ. അല്ലാതെ നിന്റെ ഇഷ്ടത്തിന് കയറൂരി വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കാൻ വേണ്ടിട്ട്. എനിക്കിഷ്ടമല്ലാത്ത ഒരാളെ എന്റെ തലയിൽ കെട്ടിവെച്ച അന്തസ്. എന്റെ ഇഷ്ടത്തിന് ഒരാളെ ഞാൻ തെരഞ്ഞെടുത്ത അത് മാനക്കേട് അല്ലേ? എങ്കിൽ അങ്ങനെയുള്ളതാണ് ഈ വീട്ടിന് അന്തസ്സെങ്കിൽ അങ്ങനെ ഒരു അന്തസ് എന്തിനാ? എന്നോട് ഈ കാര്യം പറയാതെ അനൂപേട്ടനും അച്ഛനും അമ്മയും മടിച്ചു നിന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇതിനു വേണ്ടി ഏട്ടത്തിപ്പ എന്നോട് വഴക്കൂടുന്ന എന്തിനാണെന്നറിയോ? എന്നെ മനസ്സിലാക്കിയവരും എന്നെ മനസ്സിലാക്കാത്തവരും ഈ വീട്ടിലുണ്ടെന്നുള്ളതിന്റെ ഉദാഹരണങ്ങളാ. സന്ദീപ് എന്ന് പറയുന്ന ആളില്ലാതെ ഞാൻ ജീവിക്കില്ലെന്നല്ല. ഇത് ഇത്രയായ സ്ഥിതിക്ക് അതിനൊരു തീരുമാനം എനിക്കറിയണം. ഇനി ഇതിൽ എന്ത് തീരുമാനം അറിയാനാ? ആ സന്ദീപ് എന്ന് പറയുന്നവൻ അനഘയ്ക്ക് നേരെ നീട്ടിയിരിക്കുന്ന താലിയുടെ ഇടയിലേക്കാ നീ വലിഞ്ഞു കയറാൻ ശ്രമിക്കുന്നത്. അവളില്ലെങ്കിൽ നീ എന്ന അവന്റെ ഇരട്ടത്താപ്പിലേക്ക് നീ കയറി ചെല്ലണ്ട. എനിക്കൊരു വഴക്കിന് താല്പര്യമില്ല. ഒന്നാമത് ഞാൻ കാരണം ഈ വീട്ടിലാർക്കും സമാധാനം കിട്ടുന്നില്ല എന്നുള്ള കുറ്റബോധം എനിക്കുണ്ട്. എന്നെ വിളിച്ചു, തീരുമാനം ചോദിച്ചു, ഞാൻ പറഞ്ഞു. നീ പറഞ്ഞതെല്ലാം കേട്ടു. അത് സമ്മതിച്ചു തന്നാലും സന്ദീപിന്റെ കാര്യത്തിൽ ഇവിടെ ആർക്കും ഒരു പ്രതീക്ഷയില്ല. നിന്റെ ഇഷ്ടത്തിലും അച്ഛന്റെ വാക്കിലും വിശ്വസിച്ച താല്പര്യമില്ലാതിരുന്നിട്ടും ആ വിവാഹത്തിന് ഞങ്ങളെല്ലാരും വന്നത്. സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാ ആ വിവാഹം നടക്കാതെ പോയത്. നിന്റെ ഇഷ്ടത്തിനും അവളുടെ വാക്കിനും വിലയില്ലാന്ന് അന്ന് ബോധ്യായതാ. ഇനിയൊരു വിവാഹം അവർ തീരുമാനിച്ചാൽ ആ മുഹൂർത്തത്തിൽ അത് നടക്കും. അത് സന്ദീപൻ അച്ഛനോടുള്ള സിമ്പതി കൊണ്ടായാലും എന്ത് കാരണം കൊണ്ടായാലും കരയുന്നത് നീയാണ്. അത് കാണാൻ ഞങ്ങളും. ഒരാശ്വാസവാക്കിലോ സമാധാനിപ്പിക്കലിലോ നിന്റെ കണ്ണീര് തോരില്ല. അവസാനം നീ ഇവിടെ തന്നെ നിന്നു പോവും. ഞാൻ സംസാരിക്കല്ലേ? അതുകൊണ്ട് നിന്നെ കാണാൻ അവരോട് വരാൻ പറയാൻ പോവാ ഞാൻ. നീ നേരത്തെ പറഞ്ഞ പോലെ നിന്നെ മനസ്സിലാക്കിയതുകൊണ്ടാ ഇങ്ങനെ ഒരു തീരുമാനം. ഇതെന്റെ മാത്രമല്ല, അച്ഛന്റെ അമ്മയുടെയും കൂടി തീരുമാനം ഞാൻ പറഞ്ഞത്. ഇതായിരുന്നു ശരിയെന്ന് എന്നെങ്കിലും നിനക്ക് മനസ്സിലാവും.
നാളെ ഒരു സമയത്ത് നിനക്കത് മനസ്സിലാവണമെങ്കിൽ ഇന്ന് നീ ഞങ്ങളോടൊപ്പം നിൽക്കണം. അനിയത്തിയുടെ കണ്ണീരിന് മറുപടി പറയാനില്ലാത്തൊരു ഏട്ടന്റെ അപേക്ഷയാ. ഹലോ മോളെ, ചേച്ചി എന്താ മോളെ, എന്താ പറ്റിയേ? നീ കാര്യം പറയ. നാളെ കഴിഞ്ഞ് എന്നെ ഓരോ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. ആരാ മോളെ? അനുപെണ്ണാണോ നിന്നോട് പറഞ്ഞ? ആതിരയ്ക്കൊരു വിവാഹാലോചന വന്നിട്ടുണ്ട്. വീട് ഇവിടെ അടുത്ത് തന്നെയാ. എന്റെ അകന്ന ഒരു ബന്ധത്തിലുള്ള പയ്യനാ. നിന്നെ കാണാൻ അവരോട് വരാൻ പറയാൻ പോവാ ഞാൻ. ഇത് എന്റെ മാത്രമല്ല, അച്ഛന്റെ അമ്മയുടെയും കൂടി തീരുമാനം ഞാൻ പറഞ്ഞത്. എനിക്കറിയാം ഇനി എന്താ നടക്കാൻ പോകുന്നതെന്ന്. എന്നോട് അനുവാദം പോലും ചോദിക്കാതെ അനുപെണ്ണിത് ഉറപ്പിക്കും, വിവാഹം നടത്തുകയും ചെയ്യും. അതിനും നിന്റെ സമ്മതം വേണ്ടേ? നിന്റെ സമ്മതം ഇല്ലാതെ ആരും നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നീ ധൈര്യമായിട്ടിരിക്ക. പെണ്ണ് കാണാൻ വരുന്നു എന്നല്ലേ ഉള്ളൂ, അതിന് നീ ഇത്രയും വിഷമിക്കണ്ട. പിന്നെ നീ സന്ദീപിനോട് ഇക്കാര്യം പറഞ്ഞോ? ഇല്ല. തൽക്കാലം അവനെ അറിയിക്കണ്ട. നിസ്സാര സംഭവമാണെങ്കിലും അവനറിഞ്ഞ വല്ലാതെ വിഷമാവും. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്തായാലും എന്നെ സച്ചിനെ ഒന്നും അറിയിക്കാതെ അനുപേട്ടൻ തീരുമാനിച്ചതല്ലേ. അതുകൊണ്ട് ഞാൻ അറിഞ്ഞ ഭാവം കാണിക്കുന്നുമില്ല, അങ്ങോട്ട് വരുന്നുമില്ല. നീ അതോർത്ത് സങ്കടപ്പെടണ്ട. ഏതുവരെ പോവാൻ നോക്കട്ടെ. മറ്റൊരു വഴിയും കണ്ടില്ലെങ്കിൽ ചേച്ചി വേറെ ചിലവ് തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ വിളിക്കാൻ നിന്നെ. ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടുപിടിക്കണമെങ്കിൽ അതിന് ഒരാളുടെ സഹായം വേണം. സച്ചേനല്ലാതെ മറ്റൊരാൾക്ക് എന്നെ സഹായിക്കാനാവില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.